വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചവറുണ്ടെന്ന് നോക്കി നടക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ കഥയാണ് ഈ വീഡിയോ. അപ്പോൾ ആദ്യം ഒരു പേപ്പറിൽ ഗ്രീൻ കളർ പെയിൻ്റ് അടിച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേറൊരു ടിഷ്യൂ പേപ്പറോ കിച്ചൺ പേപ്പറോ ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് യെല്ലോ പെയിൻറ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മോളിൽ തന്നെ ഗ്രീൻ പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ തംബ്നെയിൽ കണ്ടോണ്ട് നിങ്ങൾക്ക് ഞാൻ സർപ്രൈസ് ഓൾറെഡി പൊളിച്ച് കഴിഞ്ഞു. ബട്ട് എനിവേയ്സ് കാത്തിരുന്ന് കാണാം അതിൻ്റെ അവസാനത്തെ ഫിനിഷ് എങ്ങനെയാണെന്നുള്ളത്. എന്നിട്ട് എൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിങ്ക് ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് ടിഷ്യൂ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വൈറ്റ് ടിഷ്യൂ പേപ്പറിൽ പിങ്ക് പെയിൻറ് അടിച്ചെടുത്താലും മതി കേട്ടോ. ആൻഡ് ഞാൻ ലക്കിയാണ് ബിക്കോസ് എൻ്റെ വൺ സൈഡ് ഓഫ് ദ ടിഷ്യൂ പേപ്പറിൽ എനിക്ക് ഓൾറെഡി വേണ്ടുന്ന പാറ്റേൺ ഉണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡും കൂടെ ഞാൻ ഇതുപോലെ ആദ്യം 4ആയിട്ട് ടിഷ്യൂ പേപ്പർ ഫോൾഡ് ചെയ്ത് ആ 4 ഷീറ്റും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം. എന്നിട്ട് വേണം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് 2 സൈഡിലും ഇതുപോലെ സിക്സാക്ക് പാറ്റേൺ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു ബട്ടർഫ്ലൈ ഷേപ്പിനാക്കിയിട്ട് സെൻറ്ററിൽ ഒരു വയറോ ത്രെഡോ വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് ഇതാണ് ദ മോസ്റ്റ് സാറ്റിസ്ഫൈങ് സ്റ്റെപ്പ് ഗൈസ്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഏതെങ്കിലും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഗ്രീൻ പേപ്പറിൽ അതെടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് സ്റ്റെം ആക്കുക. അതേപോലെ തന്നെ കുറച്ച് ലീവ്സ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ച സാധനം ഓർമ്മയുണ്ടോ? യെസ്. അപ്പോൾ ഇതാണ് ആ സ്റ്റെമ്മിൻ്റെ ഉള്ളിലെ പോളൻസ് എന്ന് പറയില്ലേ, സ്റ്റെമ്മല്ല സോറി ഫ്ലവർ. അപ്പോൾ അത് നമ്മൾ ഗമ്മ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ലിറ്റായി കട്ട് ചെയ്ത് റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ സാധനം റെഡിയായി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? അപ്പോൾ ഡു ട്രൈ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.